1966 ഒക്ടോബർ മാസം 7, 8 തീയതികളിൽ നടന്ന മധ്യ കേരള മഹായിടവക കൗൺസിലിലാണ് ആദ്യമായി ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് ഈസ്റ്റ് കേരള മഹായിടവയ്ക്ക് വേണ്ടി. അങ്ങനെ ഈസ്റ്റ് കേരള മഹായിടവക 1982 ജനുവരി 14 തീയതി രൂപീകരിക്കുന്നതായി സിനഡിൽ പ്രഖ്യാപിക്കപ്പെട്ടു. 1983 ഏപ്രിൽ മാസം 3 തീയതി മേലുകാവ് ക്രൈസ്റ്റ് ചർച്ച് ഭദ്രാസന പള്ളിയായി ഉയർത്തി. അതോടൊപ്പം തന്നെ അന്നേ ദിവസം തന്നെ വൈകുന്നേരം മേലുകാവ് മറ്റത്തുള്ള ചെരിക്കൽ കെട്ടിടം, ചെരിക്കൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിൻ്റെ മുകൾ വശം ഈസ്റ്റ് കേരള മഹായിടവയുടെ ഓഫീസായിട്ട് തുറക്കുകയും ചെയ്തു. എന്നാണ് ഒരു മഹായിടവയ്ക്ക് ആദ്യത്തെ ബിഷപ്പ് ഉണ്ടാകുന്നത്, അന്നാണ് മഹായിടവക ദിനം എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുകയും അതനുസരിച്ച് സിയാസയിലെ പല മഹായിടവകളും ആദ്യത്തെ ബിഷപ്പ് സ്ഥാനാരോഹണം ചെയ്ത ദിവസമാണ് മഹായിടവ ദിനമായി ആചരിച്ചു പോന്നിരുന്നത്. ഈസ്റ്റ് കേരള മഹായിടവയും അങ്ങനെ തന്നെയായിരുന്നു മഹായിടവ ദിനമായി ആചരിച്ചു പോകുന്നത്. 1984 ജനുവരി മാസം 5 തീയതി മൈക്കിൾ ജോണച്ചൻ ഈസ്റ്റ് കേരള മഹായിടവയുടെ പ്രഥമ ബിഷപ്പായി സ്ഥാനമേറ്റു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. CSI ഈസ്റ്റ് കേരള മഹായിടവക രൂപീകൃതമായിട്ട് 2025 ഏപ്രിൽ 3 തീയതി 42 വർഷം പൂർത്തിയാവുകയാണ്. 43ാമത് മഹായിടവക ദിനം നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുകയാണ്. 1983 ഈസ്റ്റ് കേരള മഹായിടവക രൂപീകൃതമാവുന്നത് ഏതാനും നാളുകളിലെ പരിശ്രമഫലമായോ അല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലിൻ്റെ തീരുമാനപ്രകാരമോ മാത്രമോ അല്ല, മറിച്ച് അതിന് പിന്നിൽ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായിരുന്നു, ജനങ്ങളുടെ പ്രാർത്ഥനയും ജനങ്ങളുടെ കൂട്ടായ്മയും ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ 1966 ഒക്ടോബർ മാസം 7, 8 തീയതികളിൽ നടന്ന മധ്യ കേരള മഹായിടവക കൗൺസിലിലാണ് ആദ്യമായി ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് ഈസ്റ്റ് കേരള മഹായിടവയ്ക്ക് വേണ്ടി. ആദ്യത്തെ പ്രമേയം മധ്യ കേരള മഹായിടവക കൗൺസിൽ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മേലുകാവ് സ്വദേശിയായ പുത്തമ്പറമ്പിൽ ശ്രീ PA എബ്രഹാമും മേലുകാവ് സ്വദേശി തന്നെയായ ആലപ്പാട്ട് AC വർക്കിയും കൂടി ആയിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഈ പ്രമേയം തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ 1971 വീണ്ടും പുത്തമ്പറമ്പിൽ ശ്രീ PA എബ്രഹാമും വാഴമറ്റത്ത് ഡോക്ടർ VH ഹസക്കിയലും കൂടി രണ്ടാമത്തെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം സാങ്കേതിക തികവുള്ളതായതിനാൽ കൗൺസിൽ അത് അംഗീകരിക്കുകയും മേൽ നടപടിക്കായി ഡയസൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്ത നിർണായകമായ തീരുമാനം 1971 ഒക്ടോബർ മാസം 1-2 തീയതികളിൽ ഉള്ള കൗൺസിൽ വെച്ച് നടന്നു. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയസൻ കൗൺസിലോ മേലുകാവ് ജില്ലാ കൗൺസിലോ മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാനും അതുപോലെ തന്നെ മഹായിടവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മധ്യ കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് MM ജോൺ തിരുമനസിന്റെ സമക്ഷത്തിൽ മല അരയ ക്രിസ്ത്യൻ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഭക്തി വിനയാദരപൂർവ്വം സമർപ്പിക്കുന്ന മെമ്മോറാണ്ടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടം 1969-70 കാലഘട്ടങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ട്. ഇവർ MACFൻ്റെ ഉദ്ഘാടന വർഷം, അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ ആദ്യത്തെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് അവർ ഒരു മെമ്മോറാണ്ടം ബിഷപ്പിന് കൊടുക്കുന്നത്. അത് 1970-ലാണ്. അതായത് രണ്ടാമത്തെ പ്രമേയം 71 അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അന്നത്തെ ഏറ്റവും ശക്തമായ സമുദായ സംഘടനയായിരുന്ന മലയേറിയ വിഭാഗത്തിൻ്റെ സമുദായ സംഘടനയായിരുന്ന മലയേറിയ ക്രിസ്ത്യൻ ഫെഡറേഷൻ ഒരു മെമ്മോറാണ്ടം ബിഷപ്പിന് MM ജോൺ തിരുമേനിക്ക് സമർപ്പിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മെമ്മോറാണ്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഇവിടെയുള്ള സഭാംഗങ്ങളുടെ ഈ അഭിലാഷം തിരുമനസ്സുകൊണ്ട് പരിഗണിക്കുമാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മഹായിടവക രൂപീകരണം സംബന്ധിച്ച് താഴെ വരുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ് 10-15 നിർദ്ദേശങ്ങൾ അവർ പറയുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത് പറയുന്നത് മേലുകാവ് ഡിസ്ട്രിക്റ്റ് 1975 ഒരു മഹായിടവകയായി ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. രണ്ടാമത് ഹൈറേഞ്ച് പ്രദേശങ്ങളിലെ സഭകൾ കൂടെ ഈ മഹായിടവയിൽ ഉൾപ്പെടുത്തണം.
കൂടാതെ മുണ്ടക്കയം, കൂട്ടിക്കൽ, തിടനാട്, പാല, മൂവാറ്റുപുഴ, കോതമംഗലം എന്നീ സഭകളും ഈ മഹാഡോയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് MACF-ന്റെ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെടുന്നു. ആ സ്ഥാനം മേലുകാവ് ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഇടവകയായിരിക്കണം എന്ന് തുടങ്ങി സാമ്പത്തികമായ കാര്യങ്ങളിൽ നിലവിലുള്ള മഹായിടവക എടുക്കേണ്ട തീരുമാനങ്ങളെപ്പറ്റി വരെ ഈ മെമ്മോറാണ്ടത്തിൽ അവർ പറയുന്നുണ്ട്. ഇടവകകളെ, ഉപസഭകളെ ഇടവകകളാക്കി ഉയർത്തുകയും അതുപോലെ തന്നെ കൂടുതൽ ജില്ലകൾ ഉണ്ടാക്കുകയും കൂടുതൽ വൈദികരെ നിയമിക്കുകയും ഉപദേശിമാർക്ക് പട്ടം കൊടുക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായി അവർ പറയുന്നു. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് ഒരു കോളേജും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തലങ്ങളിലും ഒരു മഹായിടവക ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി MACF എന്ന സമുദായ സംഘടനയും 1970 അഭിപ്രായം പറയുന്നുണ്ട്, മെമ്മോറാണ്ടം നൽകുന്നുണ്ട്. അന്ന് അതിൻ്റെ പ്രസിഡന്റ് പാറശ്ശേരിയിൽ PS ജോഷുവ സാറായിരുന്നു. വൈസ് പ്രസിഡന്റ് PV ഡേവിഡ് പാണ്ടങ്കൽ ഇലപ്പള്ളിയിലുള്ള സാറായിരുന്നു. അതുപോലെ തന്നെ വാഴമറ്റത്തെ VS ജോസഫ്, കൈപ്പള്ളിൽ VD ജോർജ്, നീറംപ്ലാക്കൽ NM ജേക്കബ്, മാടക്കല്ലിൽ MD ജോസഫ് തുടങ്ങിയ പിതാക്കന്മാരാണ് ഇതിനുവേണ്ടി ഇത് കൊടുത്തിട്ടുള്ളത്, മെമ്മോറാണ്ടം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊരു മഹായിടവക എന്നുള്ളത് കേവലം സാങ്കേതികമായ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നല്ല, ഒരു സമുദായത്തിൻ്റെ കൂടെ, മലയേറിയ സമുദായത്തിൻ്റെ കൂടെ ഒരു അഭിലാഷമായിരുന്നു എന്നുള്ളത് ആ സമുദായ സംഘടന നൽകിയ മെമ്മോറാണ്ടത്തിൽ നിന്ന് വ്യക്തമാണ്. 1971 പ്രമേയം പാസ്സാക്കിയത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ പ്രമേയം അംഗീകരിച്ച് കൗൺസില് അത് എക്സിക്യൂട്ടീവിനെ ചുമതലപ്പെടുത്തി. 1972 റവറൻ KP ഫിലിപ്പ് കൺവീനറായി ഒരു കമ്മിറ്റിയെ പുതിയ മഹായിടവകയുടെ രൂപീകരണവുമായി സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടി മധ്യകേരള മഹായിടവക എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയോഗിച്ചു. 1972 തന്നെ ആ കമ്മിറ്റി ഒന്നുകൂടെ വിപുലപ്പെടുത്തി. 1973 റവറൻ KP ഫിലിപ്പ് അച്ഛൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം കൺവീനർ സ്ഥാനം രാജിവെക്കുന്നുണ്ട്. പിന്നീട് റവറൻ KC മാത്യു അച്ഛനാണ് കൺവീനറായി വന്നത്. കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. 1974 പുതിയ ബിഷപ്പ് ഇലക്ഷൻ വരികയും റവറൻ TS ജോസഫ് തിരുമേനി മധ്യകേരള മഹായിടവക ബിഷപ്പായി സ്ഥാനം ഏൽക്കുകയും ചെയ്തതുകൊണ്ട് KC മാത്യൂസ് അച്ഛൻ കൺവീനർ സ്ഥാനം രാജിവെച്ചു. പിന്നീട് 1975 ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം മധ്യകേരള മഹായിടവക എടുക്കുന്നത്. റവറൻ K മൈക്കിൾ ജോണിനെ, നമ്മുടെ ഈസ്റ്റ് കേരള മഹായിടവകയുടെ പ്രഥമ ബിഷപ്പായി പിന്നീട് വന്ന റവറൻ K മൈക്കിൾ ജോണിനെ കൺവീനറായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയമിച്ചു പുതിയ മഹായിടവക രൂപീകരണത്തെപ്പറ്റി. 1975 മുതൽ മഹായിടവക രൂപീകരണ കമ്മിറ്റി എന്ന പേരിൽ ഒരു അനൗദ്യോഗിക സംഘടനയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ബഹുമാനപ്പെട്ട റവറൻ PV ജോസഫ്, ശ്രീ CC ജേക്കബ്, കുടിയാറ്റിൽ KJ സാമുവൽ അച്ഛൻ, MS ജോസഫ് സാറ്, അതുപോലെ മറ്റ് പല ഉദ്യോഗസ്ഥരും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ കോട്ടയത്തും ഒക്കെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം കൂടി സംഘടിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു, മഹായിടവക രൂപീകരണ കമ്മിറ്റി. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അനൗദ്യോഗികമായിട്ട് ഒരു വശത്ത് നടന്നു വന്നിരുന്നു. അവർ ഒരുമിച്ച് കൂടിയും പ്രാർത്ഥിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും രൂപീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മഹായിടവകയുടെ പ്രവർത്തനത്തിന്, ഉദ്ഘാടനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മഹായിടവക രൂപീകരിക്കുന്നതിന് വേണ്ടി അവർ മഹോരാത്രം പണിയെടുത്തിരുന്നു എന്നുള്ളത് വളരെ രോമാഞ്ചജനകമായ കാര്യങ്ങളാണ് പല ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ. റവറൻ K മൈക്കിൾ ജോണിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കമ്മിറ്റി വളരെ ചടുലമായി പ്രവർത്തിക്കുകയും അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും ഇതൊക്കെ ഇടവകകൾ ഇതിനകത്ത് വരണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. പല ഇടവകകളും സാംസ്കാരികപരമായ കാരണങ്ങളാൽ, പ്രാദേശികപരമായ കാരണങ്ങളാൽ, ജാതിപരമായ കാരണങ്ങളാൽ ഈസ്റ്റ് കേരള മഹായിടവകയിൽ ഉൾപ്പെടുകയില്ല എന്ന് പറയുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിപൂർവമായി ആത്മാർത്ഥതയോടെ നേരിടുവാൻ മൈക്കിൾ ജോൺ അച്ഛന് കഴിഞ്ഞിരുന്നു. 1976 മൈക്കിൾ ജോൺ അച്ഛൻ വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് മധ്യകേരള മഹായിടവകയിൽ സമർപ്പിക്കുന്നുണ്ട്. ഈസ്റ്റ് കേരള മഹായിടവക രൂപീകൃതമാകേണ്ടതാണെന്നും അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് വളരെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ടാണ് 1976 മൈക്കിൾ ജോൺ അച്ഛൻ സമർപ്പിച്ചത്. 75 അദ്ദേഹത്തെ കമ്മിറ്റി കൺവീനറായി നിയമിക്കുന്നു. 76 ഒറ്റ വർഷം കൊണ്ട് അദ്ദേഹം ഒരു പുതിയ മഹായിടവകയ്ക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്
റിപ്പോർട്ട് സമർപ്പിക്കുകയും ഈ വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് മഹാഡോ കൗൺസിൽ ഐകകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു. ഇത് 76-ലാണ്. 1977 വെറി റവറൻ പി ഡി ജോൺ അച്ഛനെ കൺവീനറായി ഒരു ബൈഫർക്കേഷൻ കമ്മിറ്റി നിയമിച്ചു. അതായത് ഒരു പുതിയ മഹാഡോ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൈഫർക്കേഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് വെറി റവറൻ പി ഡി ജോൺ അച്ഛനെ കൂടെ നിയമിച്ചു. ഇത് നമ്മുടെ മഹാഡവക ആദ്യം കണ്ട ഒരു മൈക്കിൾ ജോൺ പി ഡി ജോൺ കൂട്ടുകെട്ടിൻ്റെ വലിയൊരു സാധ്യത നമുക്ക് നൽകി തരികയായിരുന്നു. മൈക്കിൾ ജോൺ അച്ഛൻ മഹാഡവക കൗൺസിൽ നിയമിച്ച കമ്മിറ്റിയുടെ കൺവീനറായിട്ടും വെറി റവറൻ പി ഡി ജോൺ അച്ഛൻ ബൈഫർക്കേഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ടും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു വിഭജന പദ്ധതി മധ്യകേരള മഹാഡോ എക്സിക്യൂട്ടീവിന് സമർപ്പിക്കുന്നു. അത് 1977-ലാണ്. 77-ൽ അവരത് അംഗീകരിക്കുകയും മഹാഡോ കൗൺസിൽ വിഭജന പദ്ധതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. വിഭജന പദ്ധതി പിന്നീട് സിനഡിന് 78-ൽ സമർപ്പിക്കുന്നു. 80-ൽ സിനഡ് ഒരു കമ്മീഷനെ നിയമിച്ചു. 1980-ൽ സിനഡ് ഒരു കമ്മീഷനെ നിയമിക്കുകയും വിഭജന പദ്ധതി ഈ കമ്മീഷന് വീണ്ടും സമർപ്പിക്കുകയും ചെയ്തു. കമ്മീഷൻ ഈസ്റ്റ് കേരള മഹാഡവയുടെ വിവിധ മേഖലകൾ, ഹൈറേഞ്ചും മറ്റു മേഖലകളും അഭിപ്രായ വ്യത്യാസമുള്ളവരുടെയും അതുപോലെ തന്നെ ഐക്യതയുള്ളവരുടെയും എല്ലാവരുടെയും പള്ളികൾ സന്ദർശിക്കുകയും ജനങ്ങളോട് നേരിട്ട് സംവദിക്കുകയും ചെയ്തു. അങ്ങനെ 1980-ൽ ഈ സിനഡ് കമ്മീഷൻ വന്ന് പോവുകയും ചെയ്തു. 1981-ൽ മധ്യകേരള മഹാഡവയിലെ ഇലക്ഷനിൽ ബിഷപ്പ് പാനൽ തെരഞ്ഞെടുപ്പിൽ കെ മൈക്കിൾ ജോൺ അച്ഛനും MC മാണി അച്ഛനുമൊക്കെയാണ് പാനലിൽ വന്നത്. എന്നാൽ ബിഷപ്പായി MC മാണി അച്ഛനെ തിരഞ്ഞെടുത്തു. അങ്ങനെ 1981-ൽ റൈറ്റ് റവറൻ MC മാണി മധ്യകേരള മഹാഡോ ബിഷപ്പായി സ്ഥാനമേറ്റു. ആ സമയം കെ മൈക്കിൾ ജോൺ തിരുമേനി പാനലിലുണ്ടായിരുന്ന കെ മൈക്കിൾ ജോൺ അച്ഛനെ പുതിയ മഹാഡോയുടെ സ്പെഷ്യൽ ഓഫീസറായി, ഈസ്റ്റ് കേരള മഹാഡോയുടെ സ്പെഷ്യൽ ഓഫീസറായിട്ട് മാണി തിരുമേനി നിയോഗിച്ചു. അങ്ങനെ 1981-ൽ റവറൻ കെ മൈക്കിൾ ജോൺ മേലുകാവ് മറ്റത്ത് വരികയും പഴയ കൂട്ടുറമ്പാറ ആശുപത്രിയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം മഹാഡവയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി. ആ സമയത്ത് തന്നെ മേലുകാവ് മറ്റത്ത് ഹെൻറി ബേക്കർ കോളേജ് സ്ഥാപിതമാകുന്നുണ്ട്. മൈക്കിൾ ജോൺ അച്ഛൻ പ്രവർത്തനത്തിൽ വളരെ സജീവമായി മുന്നോട്ട് പോയി. റൈറ്റ് റവറൻ MC മാണി തിരുമേനി ഈസ്റ്റ് കേരളയുടെ കാര്യങ്ങളെല്ലാം സിനഡിൽ അവതരിപ്പിക്കുകയും 1982 ഈസ്റ്റ് കേരള മഹാഡവ രൂപീകരണത്തിന് വെല്ലൂർ സിനഡ് അനുമതി നൽകി. 1982 ജനുവരി 14 വാസ്തവത്തിൽ ഈസ്റ്റ് കേരള മഹാഡവ രൂപീകരിക്കുന്നതിനുള്ള അനുമതി CSI സിനഡ് നൽകുന്നത്. അന്ന് മോഡറേറ്റർ I യേശുദാസൻ തിരുമേനിയായിരുന്നു. തിരുമേനി അത് സിനഡിൽ പ്രഖ്യാപിച്ചു. പുതിയൊരു മഹാഡവക രൂപീകൃതമായിരിക്കുന്നു, അതിന് അനുമതി നൽകുകയാണ്. അങ്ങനെ ഈസ്റ്റ് കേരള മഹാഡവക 1982 ജനുവരി 14 രൂപീകരിക്കുന്നതായി സിനഡിൽ പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ വീണ്ടും ദീർഘനാളുകൾ, നമ്മെ സംബന്ധിച്ച് ദീർഘനാളുകളാണ്. 83-ലാണ് മഹാഡവ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായുള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. അത് മോഡറേറ്ററുടെ കമ്മീസറി ആയിരുന്ന റൈറ്റ് റവറൻ MC മാണി തിരുമേനി 1983 ഏപ്രിൽ മാസം 3 മേലുകാവിൽ വരികയും മേലുകാവ് ക്രൈസ്റ്റ് ചർച്ച് ഭദ്രാസന പള്ളിയായി ഉയർത്തി. അതോടൊപ്പം തന്നെ അന്നേ ദിവസം തന്നെ വൈകുന്നേരം മേലുകാവ് മറ്റത്തുള്ള ചേരിക്കൽ കെട്ടിടം, ചേരിക്കൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിൻ്റെ മുകൾ വശം ഈസ്റ്റ് കേരള മഹാഡോയുടെ ഓഫീസായിട്ട് തുറക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് മൈക്കിൾ ജോൺ അച്ഛനെ ഈസ്റ്റ് കേരള മഹാഡോയുടെ പ്രഥമ ട്രഷററായി MC മാണി തിരുമേനി നിയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മഹാഡോയുടെ ആദ്യത്തെ ട്രഷററായി റവറൻ കെ മൈക്കിൾ ജോൺ തിരുമേനി നിയമിതനായി. അതോടൊപ്പം അദ്ദേഹത്തിന് ഒരു വലിയ ഉത്തരവാദിത്വം നൽകിയിരുന്നു. ഈ മഹാഡവക രൂപീകരിക്കണമെങ്കിൽ 3 ലക്ഷം രൂപ സിനഡിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു മഹാഡവയായി രൂപീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആദ്യകാല സംഭവങ്ങളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്താണ്
മൈക്കിൾ ജോൺ അച്ഛൻ്റെ മേൽ ഇതുപോലുള്ള വലിയൊരു സമ്മർദ്ദം വന്നത്. അദ്ദേഹം സ്പെഷ്യൽ ഓഫീസർ ആയിരിക്കെ തന്നെ ഈ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോയി. വിദേശത്തും അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബന്ധം ഉപയോഗിച്ചും രാജ്യത്തിൻ്റെ പല ഭാഗത്തും മധ്യകേരള മഹാടവിയിലും അദ്ദേഹത്തിന് ആരെയെല്ലാം കാണാൻ പറ്റും അവരെയെല്ലാം കണ്ട് 3 ലക്ഷം രൂപ സമ്പാദിച്ച് അത് സിനഡിൽ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തു. അതിനുശേഷമാണ് വാസ്തവത്തിൽ ഈസ്റ്റ് കേരള മഹാടവിയുടെ ഉദ്ഘാടനം നടത്തപ്പെടുന്നത്. അങ്ങനെ ആദ്യത്തെ ട്രഷററായി മൈക്കിൾ ജോൺ അച്ഛൻ നിയമിതനാകുന്നു. പിന്നീട് ബിഷപ്പ് ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആ സമയത്ത് മൈക്കിൾ ജോൺ അച്ഛൻ, KJ സാമുവൽ അച്ഛൻ, PD ജോൺ അച്ഛൻ തുടങ്ങിയ ആളുകൾ ആണ് പാനലിൽ വന്നത്. നമുക്കറിയാവുന്ന പോലെ 1984 ജനുവരി മാസം 5-ാം തീയതി മൈക്കിൾ ജോൺ അച്ഛൻ ഈസ്റ്റ് കേരള മഹാടവിയുടെ പ്രഥമ ബിഷപ്പായി സ്ഥാനമേറ്റു. നമുക്ക് അത് വളരെ ചരിത്ര ഒരു മുഹൂർത്തമായിരുന്നു. അതിനുശേഷം അതിനു മുൻപും ഈസ്റ്റ് കേരള മഹാടവിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അത് സുവിശേഷീകരണം, ഇടയപരിപാലനം, വികസനം എന്നിവയെ ലക്ഷ്യമാക്കിയുള്ള ഒരു മഹായിടവക. മൈക്കിൾ ജോൺ തിരുമേനി ബിഷപ്പായി ആദ്യം ചെയ്തത് ഈസ്റ്റ് കേരള മഹാടവിയുടെ വിവിധ ഇടങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു. കാരികാട് പള്ളിയിൽ ബിഷപ്പ് മൈക്കിൾ ജോൺ സന്ദർശനം ചെയ്യുമ്പോൾ 85 വർഷമായി അവിടെ ഒരു ബിഷപ്പ് ചെന്നിട്ട് എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ കണ്ണുനീരോടുകൂടി പറഞ്ഞ ഒരു കാര്യമാണ്. ഈസ്റ്റ് കേരള മഹാടവിയുടെ രൂപീകരണം, അതിൻ്റെ പ്രവർത്തനവും ജാതി അടിസ്ഥാനത്തിലായിരുന്നില്ല. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. എന്നാൽ അതിന് നേതൃത്വം കൊടുത്തത് മേലുകാവിലുള്ള ഗോത്രവർഗ വിഭാഗം, മലയര വിഭാഗമാണ് എന്നുള്ളത് മറക്കാനും വയ്യ. എന്നാൽ മഹാടവ രൂപീകരണത്തോടനുബന്ധിച്ച് നയപരമായ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ മൈക്കിൾ ജോൺ, PD ജോൺ സഖ്യം അവരായിരുന്നു ഒരുമിച്ച് മഹാടവ നയിച്ചതെന്ന് നമുക്കറിയാം. അത് ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരുവിധ ഹാനിയും ഉണ്ടാകാത്ത വിധത്തിൽ അച്ഛന്മാരുടെ എണ്ണത്തിൽ, ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ എവിടെയെങ്കിലും നിയമനം നടന്നാൽ അതിനെല്ലാം ഒരു പാറ്റേൺ നിശ്ചയിക്കുകയും ഭൂരിപക്ഷ ജനത ഒരു അധികാരം കൈയാളുന്ന രീതി അല്ല എന്നും, മറിച്ച് ഇവിടെ ന്യൂനപക്ഷമായ സിറിയൻ ക്രിസ്ത്യാനികളെയും ദളിത് ക്രൈസ്തവരെയും തമിഴ് വിഭാഗങ്ങളെയും എല്ലാം ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത ഈ മഹാടവ രൂപീകരണ സമയത്ത് തന്നെ അതിൻ്റെ നേതാക്കൾക്കുണ്ടായിരുന്നു. അവർ അത് വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്ത് പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ചില പള്ളികളൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങളാൽ മഹാടവിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി കോടതിയിൽ പോവുകയും കേസ് പറയുകയും ഒക്കെ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കാലക്രമേണ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുകയും നമ്മൾ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോഴും ആ ഒരു സാമൂഹിക അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടയാളാണെങ്കിലും സിയാസായി ഈസ്റ്റ് കേരള മഹാടവിയിലെ ഒരംഗത്തിന് എല്ലാ അവകാശവും നൽകുന്ന വിധത്തിലാണ് നമ്മുടെ ഭരണഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്, മഹാടവ രൂപീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നാം ഓർക്കുക. 43ാമത് മഹാടവ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ജനത എന്നുള്ള നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. സുവിശേഷം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുവാൻ ആദ്യത്തെ പ്രയോറിറ്റി സുവിശേഷീകരണമാണ്. സുവിശേഷ വെളിച്ചം കണ്ട് ഈസ്റ്റ് കേരള മഹാടവയിൽ ഒരു മഹാടവ രൂപം കൊണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച വെളിച്ചം, സുവിശേഷത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകരുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇടയപരിപാലനമാണ്. തീരെ വൈദികരില്ലാതിരുന്ന ഒരു മഹാടവിയിൽ നമ്മൾ ഓണററി പ്രസ്ബിറ്റർമാരെ വരെ നിയമിച്ച് നമ്മൾ ഇടയപരിപാലനത്തിന് കൂടുതൽ ഊന്നൽ നൽകി. എന്നാൽ ഇന്ന് നമ്മൾ 43ാമത് ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് എല്ലാ ഇടവകളിലും വൈദികരെ നിയമിക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ 43ാം ദിനത്തിൽ നിങ്ങളോടെല്ലാവരോടും ജനങ്ങളോടും നമുക്ക് പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ മക്കളെ സുവിശേഷ വേലയ്ക്കായി വിടുക, നിങ്ങളുടെ മക്കളെ വൈദികരാകുവാൻ മഹാടവയ്ക്ക് നൽകുക. അത് ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. അതുകൊണ്ട് അടുത്ത വർഷങ്ങളിൽ വിദ്യാസമ്പന്നരായ ധാരാളം ആളുകൾ വൈദിക വൃത്തിയിലേക്കും സുവിശേഷ പ്രവർത്തനത്തിലേക്കും കടന്നു വരുവാനും കൂടി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. മൂന്നാമത് വികസനമാണ്.
ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മഹാടവയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ധാരാളം പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അത് വേൾഡ് വിഷൻ്റെ ആണെങ്കിലും കാസായുടെ ആണെങ്കിലും അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന കമ്പാഷൻ ആണെങ്കിലും ധാരാളം സന്നദ്ധ സംഘടന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രോജക്റ്റുകളും നമ്മൾ മഹാടവയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണക്കെടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ മഹാടവയിലൂടെ ചെലവഴിക്കപ്പെട്ടത് എന്നുള്ളതും നാം മറന്നുപോയത്. ചിലപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്ത് തന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പള്ളി പണിയുവാനും ഷിമിഡ് പണിയുവാനും ഒക്കെ പണം ലഭ്യമാകുന്നത് ചിലപ്പോൾ ഏജൻസികൾ നേരിട്ടായിരിക്കും തരുന്നത്. അതൊക്കെ ഒരു മഹാടവക ഉണ്ടായതുകൊണ്ടാണ്. ആ ഒരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പ്രോജക്റ്റുകളുടെ രൂപത്തിൽ ലക്ഷക്കണക്കിന് 3-4 കോടി രൂപയോളം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് ആദ്യ വർഷങ്ങളിൽ തന്നെ. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ പ്രോജക്റ്റ് വളരെ സജീവമായിരുന്നു നമുക്കറിയാം. അതുപോലെ തന്നെ പോളിയോ ഹോം, മറ്റുള്ള സ്ഥാപനങ്ങൾ, ഇതിലൂടെയെല്ലാം വിദ്യാസമ്പന്നരായ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ വികസനത്തിൻ്റെ പുതിയൊരു മുഖം സൃഷ്ടിക്കുവാൻ ഈസ്റ്റ് കേരള മഹായുടെ രൂപീകരണം കാരണമായി എന്നുള്ളത് നാം മറക്കാതിരിക്കുക. ഇനിയാണെങ്കിലും നമുക്ക് നമ്മുടെ സ്കൂളുകളുടെ നിലനിൽപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മറ്റ് ഏത് എയ്ഡഡ് സ്കൂളിനോടും കിടപിടിക്കുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസ രീതി നമ്മൾ അവലംബിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ വരുന്ന അക്ഷരം അറിയാൻ പാടില്ലാത്ത സാധാരണക്കാരായ കുട്ടികൾ, ആദിവാസി കുടിയിലെ കുട്ടികൾ, തമിഴരായ കുട്ടികൾ, ഇവരെ എല്ലാവരെയും നമ്മൾ അക്ഷരം പഠിപ്പിച്ച് ടീച്ചർമാർ വളരെ മെനക്കെട്ട് 10ാം ക്ലാസ് പാസ്സാക്കി അവരെ ഉന്നതിയിലേക്ക് വിടുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ പല ഇടങ്ങളിലും നമ്മുടെ വിദ്യാലയങ്ങളെ ഒഴിവാക്കി മറ്റു വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ജോലി സാധ്യതകൾ നൽകുന്നത് നമ്മുടെ സ്ഥാപനങ്ങളാണ്. മറ്റ് സ്ഥാപനങ്ങളിലേക്ക്, മറ്റ് മതവിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ അയച്ച് അവിടെ കൂടുതൽ തസ്തികൾ സൃഷ്ടിക്കുന്ന CSI അംഗങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മറ്റ് സ്കൂളുകളിൽ വിടുന്നു, അവിടെ നിങ്ങളുടെ വിദ്യാസമ്പന്നനായ ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു മോൾക്ക് വേണ്ടി, ഒരു മോന് വേണ്ടി ഒരു അധ്യാപക ജോലി നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല, നിങ്ങളെ പരിഗണിക്കുകയില്ല. അവർ പറയും, ഇത് ഞങ്ങളുടെ മതസ്ഥാപനത്തിൻ്റെ സംഗതിയാണ്, ഇവിടെ ഞങ്ങളുടെ ആൾക്കാരെ നിയമിക്കും എന്ന് പറയും. അപ്പം അതുകൊണ്ട് വികസനത്തെപ്പറ്റി വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടും കൂടി നമുക്കുണ്ടാവണം. ഒരുമിച്ച് നിന്ന് സഭകളുടെ, നമ്മുടെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക്. മഹാടവ ദിനത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ വയ്യ. CSI സഭയുടെ രൂപീകരണ സമയത്ത് അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളായിട്ട് നമ്മൾ എടുത്തത് ലാംബത്ത് സമ്മേളനം അംഗീകരിച്ച 4 നിർദ്ദേശങ്ങളായിരുന്നു. സഭ ഐക്യത്തിന് വേണ്ടിയുള്ള 4 നിർദ്ദേശങ്ങൾ. ഒന്ന്, പഴയ പുതിയ നിയമങ്ങളടങ്ങിയ തിരുവെഴുത്ത് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്, രക്ഷയ്ക്കാവശ്യമായ സകലതും ഇതിൽ ഉൾക്കൊള്ളുന്നു. 2, അപ്പോസ്തോല വിശ്വാസ പ്രമാണവും നിഖ്യാ വിശ്വാസ പ്രമാണങ്ങൾ, ഇവ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന വിശ്വാസ പ്രമാണങ്ങളാണ്. ഇവയെ വെളിപ്പെടുത്തുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള രണ്ടാമത്തെ ആശയം. 3, വിശുദ്ധ സ്നാനവും വിശുദ്ധ സംസർഗവും ദൈവത്തിൻ്റെ കൃപാവഴികളായ കൂദാശകളായി അംഗീകരിക്കുന്നു. 4-മത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ടായിരുന്നത്, സഭ ഐക്യത്തിന് വേണ്ടിയുള്ള ചരിത്രപരമായ മേൽപ്പെട്ടത്വം സ്വീകരിക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഈ 4 അടിസ്ഥാന ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് CSI സഭ രൂപീകൃതമായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മഹായിടവക പൂർണ്ണമാകുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മഹായിടവക എന്ന അർത്ഥത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നത് ആ മഹായിടവയ്ക്ക് ഒരു ബിഷപ്പ് ഉണ്ടാകുമ്പോഴാണ്, മേൽപ്പെട്ടത്വം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ ഈസ്റ്റ് കേരള മഹായിടവക 1982 സിനഡ് അത് പ്രഖ്യാപിക്കുന്നു. 83 ഏപ്രിൽ 3 അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോഴെല്ലാം മഹായിടവക പൂർണ്ണമായിരുന്നില്ല, കാരണം ആ മഹായിടവയ്ക്ക് ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നില്ല. 1984 ജനുവരി മാസം 5 ഈസ്റ്റ് കേരള മഹായിടവയ്ക്ക് റെവറൻ കെ മൈക്കിൾ ജോൺ ബിഷപ്പായി സ്ഥാനാഭിഷേകം ചെയ്യുന്നത്. അങ്ങനെ മഹായിടവക പൂർത്തീകരിക്കുന്ന ദിനം എന്ന് പറയുന്നത് ജനുവരി 5 അപ്പം അതുകൊണ്ട് എന്നാണോ ഒരു മഹായിടവയ്ക്ക് ആദ്യത്തെ ബിഷപ്പ് ഉണ്ടാകുന്നത്, അന്നാണ് മഹായിടവക ദിനം എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുകയും അതനുസരിച്ച്
സിയാസയിലെ പല മഹായിടവകളും ആദ്യത്തെ ബിഷപ്പ് സ്ഥാനാരോഹണം ചെയ്ത ദിവസമാണ് മഹായിടവ ദിനമായി ആചരിച്ചു പോന്നിരുന്നത്. ഈസ്റ്റ് കേരള മഹായിടവയും അങ്ങനെ തന്നെയായിരുന്നു മഹായിടവ ദിനമായി ആചരിച്ചു പോന്നത്. ബഹുമാനപ്പെട്ട അഭിമന്യ കെ മൈക്കിൾ ജോൺ തിരുമേനിയുടെ ഒരു എഴുത്തിൽ ഉള്ള ഒരു കാര്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. ഒന്നാമത് മഹായിടവക ദിനവും ബിഷപ്പ് കെ മൈക്കിൾ ജോൺ തിരുമേനി ഷഷ്ടിപൂർത്തി ആഘോഷവും ഇരുമാപ്രമറ്റം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ രാവിലത്തെ സ്തോത്ര ശുശ്രൂഷയിൽ ഓർത്തഡോക്സ് സഭയുടെ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് പ്രസംഗിച്ചു. അദ്ദേഹം KCC പ്രസിഡന്റുമായിരുന്നു അന്ന്. അതായത് 5/1/1985 ഈസ്റ്റ് കേരള മഹായിടവയുടെ ഒന്നാമത്തെ ദിനമായി ആചരിച്ചത്. ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ഓർക്കുക, 5/1/1985. ആ പൊതുസമ്മേളനം കേരള ഗവർണർ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തരമന്ത്രിയായിരുന്നു ശ്രീ വയലാർ രവി അധ്യക്ഷനായിരുന്നു. റവന്യൂ മന്ത്രി ശ്രീ PJ ജോസഫ്, ജോർജ് ജോസഫ് മുണ്ടയ്ക്കൽ MP, ശ്രീ ഉമ്മൻചാണ്ടി MLA, PC ജോർജ് കോട്ടയം കളക്ടർ തുടങ്ങിയവർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അന്ന് ബിഷപ്പ് തിരുമേനിക്ക് ഒരു മംഗളപത്രം നൽകി. അങ്ങനെ ഒന്നാമത്തെ മഹായിടവക ദിനം ആചരിച്ച 1985 ജനുവരി 5 നടന്ന ഒരു മീറ്റിങ്ങിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ മഹായിടവകയുടെ ഒന്നാമത്തെ ദിനം എന്ന് പറയുന്നത്, ഈസ്റ്റ് കേരള മഹായിടവയുടെ ഒന്നാമത്തെ ദിനമായി ആചരിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 5/1/1985. കാരണം 1984 ജനുവരി 5 ഈസ്റ്റ് കേരള മഹായിടവയ്ക്ക് ഒരു ബിഷപ്പ് ഉണ്ടായി. ഒരു ബിഷപ്പ് ഉണ്ടാകുന്ന ഡേറ്റാണ് ആ മഹായിടവയുടെ ദിനം എന്ന് മനസ്സിലാക്കി മഹായിടവ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, മഹായിടവ കൗൺസിൽ എല്ലാം ഉൾപ്പെടെയാണ് 85 ഇത് ആചരിക്കുന്നത്, ജനുവരി മാസം 5. പിന്നീട് മൈക്കിൾ ജോൺ തിരുമേനി റിട്ടയർ ചെയ്യുന്ന വർഷം വരെ മഹായിടവക ദിനമായി ആചരിച്ചത് ജനുവരി 5 എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ 1990 ശേഷം പുതിയ ബിഷപ്പ് വരികയും പുതിയ ഭരണസമിതികൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ ആ ഡേറ്റ് മാറുകയും എന്നാണോ മഹായിടവക ഉദ്ഘാടനം ചെയ്തത് അതാണ് മഹായിടവക ദിനം എന്ന് പുനർചിന്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1983 ഏപ്രിൽ മാസം 3 മഹായിടവക ദിനമായി മാറിയത്. എന്നാൽ മഹായിടവക ആരംഭിച്ച ആദ്യത്തെ 5 വർഷം ജനുവരി 5 ആയിരുന്നു മഹായിടവക ദിനം എന്നുള്ളത് നാം മറക്കാതിരിക്കുക. മറ്റു പല മഹായിടവകളും അവരുടെ ബിഷപ്പ് ആദ്യമായി സ്ഥാനമേറ്റ ദിവസമാണ് മഹായിടവക ദിനമായി ആചരിക്കുന്നത്. ചരിത്രപരമായ എപ്പിസ്കോപ്പസിയെ അംഗീകരിച്ചുകൊണ്ട് ഒരു എപ്പിസ്കോപ്പസ് നിലവിൽ വരുന്ന ദിനമാണ് മഹായിടവക ദിനം എന്നുള്ള ചിന്ത ശക്തമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ ഒരു വ്യത്യാസവും അതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 43ാം മഹായിടവക ദിനം ഏറെ സന്തോഷകരമായി കൊണ്ടാടുവാൻ നമുക്ക് കഴിയട്ടെ. ഈസ്റ്റ് കേരള മഹായിടവക ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രാദേശിക ഭാഷ ജാതി വ്യത്യാസമില്ലാതെ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.